ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു ഷംലി സാം. ഇന്ന് ഞങ്ങൾ വന്നിട്ടുള്ളത് ഒരു ബർത്ത്ഡേ സെലിബ്രേഷൻ വീഡിയോ ആയിട്ടാണ് കേട്ടോ. കുറേ ആയില്ലേ ബർത്ത്ഡേ സെലിബ്രേഷൻ? കുറേ ഒന്നുമില്ല, മാസം ഉണ്ടാവില്ലുണ്ട് എൻ്റെ വീഡിയോയിൽ ബർത്ത്ഡേ സെലിബ്രേഷൻ. ഇന്നത്തത് താത്തൻ്റെ മോൻ്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ ആട്ടോ. അപ്പോൾ അത് ചിഞ്ചുതാ നേരത്തെ കാലത്ത് തന്നെ എഴുന്നള്ളിക്കണം, ഇന്നലെ വരുന്നൊക്കെ പറഞ്ഞ് പറ്റിച്ചു. വന്നില്ല, ഇന്ന് രാവിലെ വന്നതാണ്. ഇപ്പൊ വരും ചിഞ്ചു രാവിലെ മുതൽ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ് കുട്ടിയെ പിടിക്കാനുള്ള. പക്ഷെ കുട്ടി പോകുന്നില്ല, ദൂരെ ഇരുന്ന് ചിരിക്കുന്നുണ്ട് അല്ലേ, അടുത്തേക്ക് പോകണില്ല. അപ്പോൾ ഞങ്ങളിപ്പോൾ ഇറങ്ങിയിട്ടുള്ളത് താനിക്ക് എന്തെങ്കിലും ഗിഫ്റ്റ് വാങ്ങണം, പിന്നെ അതുപോലെ എന്താണ് ഈ ഡെക്കറേഷൻ്റെ ഐറ്റംസ് വാങ്ങണം അല്ലേ. അപ്പോൾ ഇവിടെ അടുത്ത് ഗിഫ്റ്റ് മാർക്കറ്റ് ഉണ്ട്, അവിടെ വരെ ഒന്ന് പോവാം കേട്ടോ. അപ്പോൾ അത് മാത്രമല്ല, അതിനുശേഷം രാത്രിയുള്ള സെലിബ്രേഷനും ഫുഡും കേക്ക് കട്ടിങ്ങും എല്ലാം വഴിയെ കാണാം. പോയി നോക്കില്ലെന്നാ. രാജകുമാരിയാണ്, ഉമ്മച്ചിൻ്റെ ഉപ്പച്ചിൻ്റെ രാജകുമാരിയാണ്. ഇതൊക്കെ കുട്ടികൾക്ക് ഗിഫ്റ്റൊക്കെ കൊടുക്കാൻ നല്ല അടിപൊളിയല്ലേ. ഇവൾക്ക് വാങ്ങാൻ പറ്റിയ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ വാങ്ങിക്കുന്നു. ചെറിയത് ഇവിടെ മുടിയിൽ വിടാൻ നല്ല ആഗ്രഹമാണ്. ഇങ്ങോട്ട് നോക്കിയ മുടി ക്ലിപ്പ് കുത്താൻ നല്ല ആഗ്രഹിച്ച് മുടി ഇങ്ങോട്ട് പെട്ടെന്ന് വരുന്നില്ല. കുറച്ചും കൂടെ കഴിയേണ്ടി വരും. ബോ മാത്രമേ ഇടാൻ പറ്റുന്നുള്ളൂ. എല്ലക്കുട്ടിക്ക് ഇഷ്ടപ്പെട്ടോ? എന്തെല്ലാം ഐറ്റംസ് ആണൊക്കെ എല്ലാം മോൾക്ക് പറ്റിയത് നോക്കിയേ. എനിക്ക് വാങ്ങി തരണ്ടിട്ട് ആ മുടിയൊക്കെ വരട്ടെ. നോക്കിയേ കണ്ണടാ. എടുക്കരുത് എടുക്കാൻ പാടില്ല. കണ്ണട ഉണ്ടോ? അവൾക്കൊരു കണ്ണട ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ട്. എനിക്കിപ്പോൾ ഈ സെക്ഷൻ കണ്ടിട്ടാണ് ഇവിടെ മാറാൻ തോന്നില്ല. നോക്കട്ടെ, നല്ല കളറ്, പച്ച ബലൂണ് ചിഞ്ചു ഫസ്റ്റ് എടുത്തത്. ഈ കളറ് ഗോൾഡ് കളർ നല്ല ഭംഗിയാണ് അല്ലേ, മെറ്റാലിക്. അതെ, നമ്മൾ അന്ന് ചിഞ്ചുവിൻ്റെ ബർത്ത്ഡേക്ക് ചെയ്തില്ലേ, ഗോൾഡും ബ്ലാക്കും കൂടെ നല്ല ഭംഗിയുണ്ടായി. കളർ കോമ്പിനേഷൻ നല്ല ഭംഗിയുണ്ടായിരുന്നല്ലോ. ഇതാ ഗോൾഡ് ആൻഡ് ബ്ലാക്ക്. എല്ലാതും നല്ല നോക്കുന്നുണ്ട് ഇവിടെ. മിക്കവാറും നല്ല പച്ചിനിട്ട് എല്ലാതും വാങ്ങിപ്പിക്കുന്ന ടൈപ്പ്. ഇതാ തനു ആ ടൈപ്പ് തന്നെയാണ്. എന്ത് കണ്ടാലും അവൾക്ക് വേണം. ഒന്നെടുത്തേ, അത് ചെറുതാണോ നോക്കി. അവളെ ചെറുതല്ലേ, നല്ല ഭംഗിയുണ്ട് കാണാൻ, ക്യൂട്ടായിട്ട്. നോക്കി ഒന്നും കൂടി കാണിച്ചേ ഇങ്ങോട്ട്. വീടല്ലട്ടാ, ഡ്രോ ഓടിക്കാം നമുക്ക്. പിപ്പി 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 കുട്ടി രാജകുമാരി ഇരിക്കണേ, നല്ല ഭംഗിയുണ്ട്. എന്തൊക്കെയാ ഫെല്ലക്കുട്ടിക്ക് പറ്റിയ ടോയ്സ് നോക്കട്ടെ. ഇഷ്ടപ്പെട്ടിട്ടില്ല അല്ല, ഇഷ്ടപ്പെട്ടിട്ടില്ല. ഇന്ന് കണ്ടപ്പോ കുഴപ്പമാണ്, കണ്ട കുഴപ്പം. തനിക്ക് എന്താ വേണമെന്ന് പറഞ്ഞ ചിഞ്ചോ? ലിൻഡിന്റെ ബാറല്ലേ. ഇപ്പൊ ഒരു ലിൻഡിന്റെ ബാറും പിന്നെ ഇത് കൊടുക്കല്ലേ, ഈ ബാറും കൂടെ എടുത്താ ചെറുത്. ഇത് ചെറുത്. ആ, അപ്പം അതും പിന്നെ ഞാൻ കുറച്ച് മിഠായി വേറെ കൊണ്ടുവന്നിട്ടുണ്ട്. അനുവിന്റെ വക കാറാണ് കേട്ടോ. അനു ആങ്ങളക്കുട്ടിക്ക് വേണ്ടിയിട്ട് കാറ് നോക്കുക. അതടുത്തത് അവനക്ക് എങ്ങനത്തെ ടൈപ്പാ ഇഷ്ടം, അവന്റെ ടേസ്റ്റ് ഇല്ലേ. പെങ്ങന്മാർക്കല്ലേ ഇഷ്ടം അറിയണ്ടാവുള്ളൂ ആങ്ങളെന്റെ ടേസ്റ്റ് എന്തൊക്കെയാണെന്ന്. സ്പോർട്സ് കാറുകൾ ഇഷ്ടം. പോയി പൈസ പേ ചെയ്തേ. ഐസ്ക്രീം കിട്ടിയില്ലേ? കുറേ കാലമായിട്ട് ഈ ഐസ്ക്രീം ട്രൈ ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്. തനു കഴിച്ചിട്ടുണ്ട് അല്ലേ? ശരിക്കും നല്ല ഫ്ലേവർ ഉണ്ട് അല്ലേ, ടേസ്റ്റ് ഉണ്ട് കേട്ടോ. വെള്ളക്കുട്ടിനെ മിഠായി ചിഞ്ചു തട്ടിയെടുത്തു കേട്ടോ. ജസ്റ്റ് ആ ഒരു സെക്കൻഡിലെ കരച്ചിൽ മാറ്റാൻ വേണ്ടിയിട്ട് വാങ്ങിക്കൊടുത്തു. അപ്പം തന്നെ ഇങ്ങോട്ട് വാങ്ങി പറ്റിച്ചിട്ട്. എൻ്റെ കുട്ടീനെ കോലൂട്ടായി എവിടെ പോയി?
അവള് ആലോചിക്കുകയാണ് എന്തോ ഒരു സാധനം കയ്യിലുണ്ടായിരുന്നല്ലോ, പെട്ടെന്ന് വെച്ചാൽ അതോട് കാണാം. എന്താ പരിപാടി? എന്താ സ്പെഷ്യൽ? ബിരിയാണി, ചിക്കൻ ബിരിയാണി. അമ്മച്ചിന്റെ ചിക്കൻ ബിരിയാണി കഴിച്ചിട്ട് കാലം കുറേ ആയി. ലഗോൺ ചിക്കൻ ആയിട്ടല്ലേ? ലഗോൺ ചിക്കൻ ഇട്ട്. ലഗോൺ ചിക്കൻ എവിടെ വെന്തുകണാ? ഇവിടെ കുറേ കാലമായി ചിക്കൻ ലഗോൺ ചിക്കൻ ബിരിയാണി കഴിച്ചിട്ട്. പൊടിക്കും. ചിക്കൻ ഫ്രൈ. ഇവിടെ ചിക്കൻ കട്ടുന്നുണ്ട്. എങ്ങനെയുണ്ട് ടേസ്റ്റ്? ഈ നാട്ടിലത്തെ ചിക്കനാ? ഇവിടുത്തെ ചിക്കനല്ലേ? ബിസ്മിയല്ലേ? ഹാപ്പി ബർത്ത്ഡേ ടു യു. എല്ലാ ബേബിക്കാണ് അത്രേ. പാവം ഷുഗർ ഉണ്ടെന്ന് വെച്ചൊന്നും കഴിക്കാറില്ല. അഞ്ചിപ്പോ ക്യാമറന്റെ മുന്നില് കിടക്ക. പപ്പക്ക് മാത്രം വായിൽ വെച്ച് കൊടുക്കുള്ളൂ. പാഫല്ല കുട്ടിക്ക് വേണ്ട. വലിയ ഡിമാൻഡ് അല്ല മധുര. ഇതാരാണ്? പുതിയൊരു വ്ളോഗിലാണ്. അപ്പൊ തുടങ്ങും. പൊയ്ക്കണത് എന്നെ കാണാൻ പാടില്ല. എന്നെ കാണാൻ പാടില്ല. അവിടെ ഇരുന്നോ. കേക്ക് കട്ടിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇനി ബിരിയാണീൻ്റെ ദമ്മ് പൊട്ടിക്കലാണ്. ബിരിയാണീൻ്റെ കാര്യം പറയാതിരിക്കാൻ വയ്യ കേട്ടോ. ബിരിയാണി എന്ന് വെച്ചാൽ എൻ്റെ ഉമ്മ വെക്കുന്ന ബിരിയാണി അടിപൊളിയാണ്. എനിക്ക് സത്യം പറഞ്ഞാൽ ഏറ്റവും ഇഷ്ടമുള്ള ബിരിയാണി ഏതാണെന്ന് ചോദിച്ചാൽ രണ്ട് ഉമ്മമാർ വെക്കുന്ന ബിരിയാണിയാണ്. എൻ്റെ ഉമ്മ അതുപോലെ തന്നെ സാംഖാൻ്റെ ഉമ്മയും വെക്കുന്ന ബിരിയാണി അടിപൊളിയാണ്. അത് കഴിഞ്ഞുള്ള വേറെ എന്തും, ഇനിയിപ്പോൾ കല്യാണ ബിരിയാണി ആയിക്കോട്ടെ, ഏത് ഹോട്ടലിലെ ബിരിയാണി, ഹൈദരാബാദി, എന്ത് തന്നെ, തലശ്ശേരി ആണെങ്കിലും ശരി, ഇതൊന്നുമല്ല എനിക്ക് ഏറ്റവും ഫേവറേറ്റ്. രണ്ട് ഉമ്മമാർ വെക്കുന്ന ബിരിയാണി പറയാതിരിക്കാൻ വയ്യ. രണ്ട് സൂപ്പറാട്ടോ. രണ്ട് ടേസ്റ്റാണ്. കുറച്ച് ഡിഫറൻസ് ഒക്കെ ഉണ്ട് റെസിപ്പിയിൽ. പക്ഷെ രണ്ടും അടിപൊളിയാണ്. എനിക്ക് നിങ്ങളുടെ അടുത്ത് ആ റെസിപ്പി ഷെയർ ചെയ്യണമെന്നുണ്ട്. പക്ഷെ രണ്ടുപേരും ഇപ്പോൾ നാട്ടിലാണുള്ളത്. ഇൻഷാ അല്ലാഹ് ഞാൻ നാട്ടിൽ പോകുന്നുണ്ട് വൈകാതെ. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ രണ്ട് പേരുടെ ബിരിയാണി റെസിപ്പി ഞാൻ കാണിക്കണ്ട് കേട്ടോ. എങ്ങനെയുണ്ട്? ചോദ്യം കേട്ടാൽ ഞാനാണ് ഉണ്ടാക്കിയെന്ന് വിചാരിക്കും. ഉമ്മച്ചിൻ്റെ ബിരിയാണി എങ്ങനെയുണ്ട്? ഒന്ന് കുറച്ച് നേരം ഒന്നും ഉണ്ടായിരിക്കുക. താനിയ ജസാക എങ്ങനെയുണ്ട്? ജസാന്റെ പാത്രമല്ലോ. ഇത് കണ്ടാൽ തന്നെ അറിയില്ലേ? ജനുവാ ജനു അതിൻ്റെ ഉള്ളിൽ കണ്ട് കയറിയിരുന്നു. ഇതിൽ നിന്നെല്ലാം വായിച്ചെടുക്കല്ലേ? ഒരു കിലോന് എത്രയാണ് പറയുന്നത്? അതോ
ഈ വീഡിയോയിൽ എന്തായാലും ചോദിക്കാൻ ചാൻസ് ഉള്ളൊരു ചോദ്യമാണ് സാമുക്ക് എവിടെയാണെന്നുള്ളത്. സാധാരണ സാമുക്കാനെ കാണാതാവുമ്പോൾ ആ ഒരു ചോദ്യം വരാറുണ്ട്. സാമുക്കാക്ക് വരാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ബർത്ത്ഡേ സെലിബ്രേഷന്. പക്ഷേ 2 ദിവസം മുമ്പ് വന്നിരുന്നു ഉമ്മാക്കും ഉപ്പാക്കും വേണ്ടിയിട്ട് ഒരു ഷോപ്പിംഗ് ഒക്കെ നടത്താൻ. അവർ നാട്ടിൽ പോകുമ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുക്കാനും വേണ്ടിയിട്ട്. അപ്പോൾ ആ ഒരു വീഡിയോ ഞാൻ അതിൽ ചേർക്കുന്നുണ്ട്. മാത്രമല്ല അവർ പോകുന്ന വീഡിയോ ഇതിൽ തന്നെ കൊടുക്കുന്നുണ്ട്. ഞാൻ എടുക്കണോ ഇങ്ങനത്തെ കൂട്ടുള്ളൂ കുറച്ചൊരു ചെറുപ്പക്കാരത്താന്ന് തോന്നുന്നു. അവിടെ നോക്കി അത് നോക്കട്ടെ. അതൊക്കെ വെച്ചു കൊടുക്കട്ടെ. നല്ല ഭംഗിയുണ്ടല്ലേ. ഞാൻ കയ്യിലാക്കി, എല്ലാ തരത്തിലും അവള് കയ്യിലാക്കി. ഒരു മാസത്തെ വിസിറ്റിനായിരുന്നു കേട്ടോ ഉമ്മ ഇപ്പം വന്നിട്ടുണ്ടായിരുന്നത്. ഉമ്മ അന്ന് വന്നപ്പോഴൊന്നും അങ്ങനെ കൂടുതൽ എവിടെയും കാണാൻ പറ്റിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. ഒന്നാമത് എൻ്റെ ഡെലിവറി ടൈമിലല്ല വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത്തവണ മാക്സിമം എല്ലായിടത്തും പോയി മുതലാക്കിയിട്ടുണ്ട്. പിന്നെ കൂടുതൽ വീഡിയോസൊന്നും നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാൻ പറ്റിയിട്ടില്ല. കാരണം പലയിടത്തുമായിട്ടായിരുന്നു ഉമ്മ നിന്നിരുന്നത്. പിന്നെ ആ ഒരു മൊമെൻറ്റ്സ് കൂടുതൽ എൻജോയ് ചെയ്യാൻ നോക്കി. വീഡിയോ എടുക്കുമ്പോൾ നമുക്ക് ആ മൊമെൻറ്റ്സ് കൂടുതൽ എൻജോയ് ചെയ്യാൻ പറ്റില്ല കേട്ടോ. പിന്നെ അതിലായിരിക്കും കോൺസെൻട്രേഷന്. അപ്പോൾ അതുകൊണ്ട് കൂടുതൽ വീഡിയോസൊന്നും പിന്നെ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ വന്ന് അവസാനം അവർ പോകാറായി. ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഇനിയിപ്പോൾ ഞാനും കുറച്ച് കഴിഞ്ഞാൽ പോവുകയാണ്. അതുകൊണ്ട് തന്നെ ഇത്തവണ അവർ പോകുമ്പോൾ അങ്ങനെ ഒരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായതുകൊണ്ട് തന്നെ വലിയൊരു വിഷമം ഉണ്ടായിരുന്നില്ല. കുറച്ച് കഴിഞ്ഞാൽ ഞാനും നാട്ടിലേക്ക് പോവുകയാണല്ലോ. എന്തായാലും ഞങ്ങൾ അവരെ എയർപോർട്ടിൽ വിടാൻ പോയിരുന്നു. ആ വീഡിയോ എടുത്തിട്ടുണ്ട്, അതുകൂടെ ഇതിൻ്റെ കൂടെ ചേർക്കുകയാണ്. ഒരുപാട് വിശേഷങ്ങൾ ഞാൻ ഒരൊറ്റ വീഡിയോയിൽ ഉൾപ്പെടുത്തിയതായിരുന്നു കേട്ടോ. ഉമ്മ ഇപ്പോൾ വന്നതൊക്കെ കാണിച്ചല്ലോ, അപ്പോൾ പിന്നെ പോയതും കാണിക്കാതിരിക്കുന്നത് ശരിയല്ലല്ലോ. അപ്പോൾ ആ ഒരു വീഡിയോ കൂടെ ഇതിൽ ഉൾപ്പെടുത്തിയതാണ്. ഇൻഷാ അല്ലാഹ് ഇനി അവരെ കൂടെയുള്ള വീഡിയോസൊക്കെ നാട്ടിൽ പോയിട്ട് ചെയ്യാം കേട്ടോ. ഉണ്ടായിരുന്നത് ഞാൻ പറയട്ടെ. അപ്പോൾ ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും അസ്സലാമു അലൈക്കും. ബൈ.